പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ മാ ബഅദ്. പരിശുദ്ധമായ വസന്തോത്സവത്തിൽ നാം ഇതാ ഒരിക്കലൂടെ നമ്മുടെ ആയുസിന്റെ ഒരു തുള്ളിയുടെ ഒരു നിമിഷത്തിന്റെ സന്ദർഭത്തിൽ വെച്ച് സംഗമിക്കുകയാണ്. കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയിൽ ഭൂമിയിൽ വന്നോവർ നാം, എവിടെ വെച്ചോ പരസ്പരം കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടോവർ നാം, സ്നേഹത്തോടെ ജീവിതം ജീവിച്ചു തീർത്തി ഭൂമിയിൽ നിന്നും തിരിച്ചു മടങ്ങിപ്പോകേണ്ടവർ നാം, ദർശനത്തിന്റെ ചക്രവാളങ്ങളിലൂടെ കാലത്തിന്റെ വിളിയാളം പോലെ മുഴക്കപ്പെട്ട ഭജനങ്ങൾക്കടിബന്ധം കുറിക്കേണ്ടവർ നാം നന്മയുടെ പ്രതീകമാകേണ്ടവർ, നാം തിന്മയ്ക്ക് അന്ധകന്മാരായി ഭവിക്കേണ്ടവർ, നാം ഈ ലോകത്തെ അനീതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദിക്കേണ്ടവർ, കർമ്മസമരം നയിക്കേണ്ടവർ, നാം ഈ ഭൂലോകത്ത് നന്മയുടെ കാവൽക്കാരായി നിലകൊള്ളേണ്ടവരാ. ഇതറിവിന്റെ സദസ്സല്ല. അങ്ങനെ അറിവുള്ളൊരുവൻ സംസാരിക്കുന്നുമില്ല. ഇതൊരു പ്രഭാഷണത്തിന്റെ കേമത്വമുള്ള സദസ്സുമല്ല. പിന്നെയോ നമ്മുടെ ഹൃദയങ്ങൾ തേടുന്ന എന്തോ ഒന്ന്, നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന്, സ്നേഹത്തിന്റെ അണുരണനം, അനുഭവത്തിന്റെ ഒരു സ്പന്ദനം, സ്വന്തം ഹൃദയത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ മധ്യത്തിലുള്ള അനുഭവത്തിന്റെ തീരത്ത് ഒരിക്കലൂടെ തന്നെ അറിയാനുള്ള അഭിനിവേശത്തിന്റെ പ്രതിഫലനം. അതിനുവേണ്ടി നാം ഇതാ സമ്മേളിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതെന്താണ്? ഈ ഗൾഫ് നാടുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൾഫ് നാടുകളിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ നാടിനെ കുറിച്ച് ഓർക്കണം, നാട്ടിനെ കുറിച്ച് ഓർക്കണം, ഉമ്മ പെങ്ങന്മാരെ കുറിച്ച് ഓർക്കണം, നന്നായിട്ട് ഓർക്കണം. മതമൈത്രിയെ കുറിച്ച് പറയുവാനേ എനിക്ക് നേരമുള്ളൂ, അതിന് വിരുദ്ധമായി പ്രസംഗിച്ചിട്ടില്ല. മതേതരത്വം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ചർച്ചകളിൽ പോയിട്ടുണ്ട്, വിരുദ്ധമായി പ്രസംഗിച്ചിട്ടില്ല. ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് ബിംബത്തിന്റെ മുമ്പിൽ വെച്ച് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വെളിച്ചത്തിന്റെ ഗോപുരങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. പിന്നോട്ട് വേദങ്ങളുടെ, ഉപനിഷത്തുക്കളുടെ, ശ്രുതികളുടെ, സ്മൃതികളുടെ, ഇതിഹാസങ്ങളുടെ, പുരാണങ്ങളുടെ, വേദപണ്ഡിറ്റുകളുടെ, സന്യാസി വര്യന്മാരുടെ, ഋഷി പരമ്പരയിലെ ഗുരുഭൂതന്മാരുടെ, വേദവേദാക്കളുടെ, ശങ്കരന്റെ, കപിലന്റെ, കണാഥന്റെ, മാധവന്റെ, ജയദേവന്റെ, നാമദേവന്റെ, തുക്കാറാമിന്റെ, തുളസീദാസിന്റെ ഇന്ത്യ, ധന്യമായ ആത്മപാരമ്യം ഉയർത്തിപ്പിടിച്ച ഇന്ത്യ, അതേ ഇന്ത്യ തന്നെയാണ് ഹാജാ വരീബ് നവാസ് മുഹിയുദ്ദീൻ ചിശ്തിക്ക് വരവേൽപ്പ് നൽകിയ ഇന്ത്യ, നിസാമുദ്ദീൻ ഔലിയയ്ക്ക് പരവതാനി വിരിച്ചു കൊടുത്ത ഇന്ത്യ, മുഹമ്മദ് റബ്ബാനി മുജദുൽ ഫസാൻ എന്ന ഹിജ്റയുടെ 2ാം സഹസ്രാബ്ദത്തിൽ നവോത്ഥാന നായകനെ മണ്ണൊരുക്കി കൊടുത്ത ഇന്ത്യ, അവസാന കാലത്ത് ഇസ്ലാമിന് ശക്തമായ വ്യാഖ്യാനം ചമച്ചു കൊടുത്ത ഹസ്രത്ത് ഷാ വലിയുല്ലാഹി ദഹ്ലവി അന്ത്യവിശ്രമം കൊള്ളുന്ന തലസ്ഥാന നഗരിയായ ഡൽഹി ഉൾക്കൊള്ളുന്ന ഇന്ത്യ, രവീന്ദ്രനാഥിന്റെ കവനങ്ങൾ കേട്ട്, അല്ലാമാ ഇഖ്ബാലിന്റെ കവിതകൾ കേട്ട്, വള്ളത്തോലിന്റെ, ചങ്ങമ്പുഴയുടെ, സുബ്രഹ്മണ്യ ഭാരതിയുടെ, നാനാക്ക് ഗുരുവിന്റെ, നാരായണ ഗുരുവിന്റെ, ചട്ടമ്പി സ്വാമിയുടെ, മമ്പ്രം തങ്ങളുടെ, വെളിയങ്കോട് മർഹാദിയുടെ, നാടിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു രോമാഞ്ചമാണ്. ഗംഗാ ഉത്തരാ തെരെ കിനാരെ ജബ് ഹാ കവാ ഹമാരാ. ഗംഗാ നദിയുടെ ഓളങ്ങളെ, കൊച്ചോളങ്ങളെ, തല്ലോലങ്ങളെ, തല്ലജങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ദിനം? ഞങ്ങളുടെ ഒട്ടൊക്ക സംഘം നിന്റെ തീരമണഞ്ഞ സംഭവം നീ ഓർക്കുന്നുണ്ടോ ഗംഗാ നദിയെ? പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഈ കവിതയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മതേതരത്വമാണ്. അത് തകർക്കപ്പെടാനുള്ള ഒന്നല്ല. ഏതുപോലെ? ഗംഗാ നദിയും ഒട്ടകവും പോലെ. താങ്ക് യു വെരി മച്ച്.